ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ അഞ്ജലി. ഞാൻ കുട്ടികളുടെ ഡോക്ടറാണ്. മിക്ക പാരൻസിനും ഒരു സംശയമാണ്, കുഞ്ഞുങ്ങളിൽ നമ്മൾ സ്കിൻ കെയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, സ്പെഷ്യലി സൺസ്ക്രീൻ കുഞ്ഞുങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യണോ, അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ നമ്മൾ ഏത് പ്രായം കഴിയുമ്പോഴാണ് ഇത് കൊടുത്ത് തുടങ്ങേണ്ടത് എന്നൊക്കെയുള്ളത് മിക്ക ആളുകളിലും ഉള്ളൊരു സംശയമാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രായം 6 മാസമോ അതിൽ ചെറുതോ ആണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാര്യം 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നത്, നല്ല വെയിലിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ വളരെ റെയറായിരിക്കും. അഥവാ കൊണ്ടുപോയാലും നമ്മൾ കുഞ്ഞിനെ പൊതിഞ്ഞല്ലേ കൊണ്ടുപോവുള്ളൂ. കുഞ്ഞിന് ഓട്ടോമാറ്റിക്കലി ഒരു പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞിന് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പ്രായം 6 മാസമോ അതിൽ കൂടുതലോ ആണെങ്കിൽ കുഞ്ഞിനെ നമ്മൾ പുറത്തൊക്കെ നല്ല വെയിലത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, കുഞ്ഞിനെ ബീച്ചിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിന് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. ഏത് ടൈപ്പ് സൺസ്ക്രീനാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും മാർക്കറ്റിലുണ്ടല്ലോ 2 രീതിയിലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അതിന് ഒന്ന് ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയും, രണ്ടാമത്തത് കെമിക്കൽ സൺസ്ക്രീൻ. ഈ ഫിസിക്കൽ സൺസ്ക്രീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അതിൽ നമ്മൾ കണ്ടൻസിൻ്റെ ലിസ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതിൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കമ്പോണൻസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിസിക്കൽ സൺസ്ക്രീനാണ്. ഇനി ഫിസിക്കൽ സൺസ്ക്രീന് അതിൻ്റെ ഒരു ഗുണം കെമിക്കൽ സൺസ്ക്രീനിനേക്കാൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളത് മുഖത്തിട്ട് കഴിയുമ്പോഴത്തേക്കും, നമ്മൾ വെയിലത്ത് പോകുമ്പോഴത്തേക്കും സൂര്യപ്രകാശം നമ്മുടെ ബോഡിയിലേക്കുമ്പോൾ അതിലുള്ള UV റേസ് ഉണ്ടല്ലോ, ഈ UV റേസ് നമ്മുടെ ബോഡിയിൽ തട്ടിയാലും ഇതിലെ പാർട്ടിക്കിൾസ് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്ത് കളയും, നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ചെയ്യത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ സൺസ്ക്രീൻ നമ്മൾ ഇട്ട് കഴിയുമ്പോഴേക്ക് ചെറിയൊരു വൈറ്റ് കാസ്റ്റ്, ഒരു ചെറിയൊരു രീതിയിലൊരു വെള്ളപ്പാണ്ട് പോലെ ഉണ്ടാകും. പക്ഷേ അതൊരു 5-10 മിനിറ്റേ നിൽക്കുള്ളൂ. അത് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി ഫെയ്ഡായി പോകും. പിന്നെ നമ്മൾ അറിയത്തുപോലുമില്ല നമ്മൾ മുഖത്ത് അത് കുഞ്ഞിന് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഫിസിക്കൽ സൺസ്ക്രീനാണ് കുഞ്ഞുങ്ങൾക്ക് കെമിക്കൽ സൺസ്ക്രീനേക്കാളും കൂടുതൽ സേഫ്. കെമിക്കൽ സൺസ്ക്രീൻ അൺസേഫ് ആണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിൽ ബെൻസോൺ കമ്പോണൻസ് ഉണ്ട്. അതായത് ഓക്സിബെൻസോൺ, ആവോബെൻസോൺ പോലെയുള്ള ചില കണ്ടൻസ് നമുക്കതിൽ വായിക്കാനായിട്ട് കിട്ടും. നമ്മളതിൻ്റെ കണ്ടൻറ് ലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഈ കെമിക്കൽ സൺസ്ക്രീൻ നമ്മൾ മുഖത്തിടുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു വൈറ്റ് കാസ്റ്റ് വരണമെന്നില്ല, പക്ഷേ നമ്മുടെ ബോഡിയിലോട്ട് ഇത് UV റേസിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളിൽ എപ്പോഴും ഫിസിക്കൽ സൺസ്ക്രീൻ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അത് കുഞ്ഞു കുട്ടികളിൽ മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവരിൽ, എപ്പോഴും മുഖക്കുരുവൊക്കെ വരുന്ന ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നുള്ളവരിലൊക്കെ ആണെങ്കിൽ ഏറ്റവും സേഫ് ഫിസിക്കൽ സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും, മാർക്കറ്റിൽ നിന്ന് ഒരു സൺസ്ക്രീൻ മേടിക്കുമ്പോഴത്തേക്കും എപ്പോഴും അതിൻ്റെ കണ്ടൻസ് ലിസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ മേടിക്കുമ്പോഴത്തേക്കും മിനിമം നമ്മൾ SPF, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ, ഒരു 50 അതിൽ മുകളിലോ ഉള്ള സൺസ്ക്രീൻ മേടിക്കാനായിട്ട് നോക്കുക. അത് മാത്രമേ നമുക്കൊരു മോഡറേറ്റ് പ്രൊട്ടക്ഷൻ തരുള്ളൂ കേട്ടോ. 50 താഴെയുള്ള സൺസ്ക്രീൻ മേടിക്കേണ്ട. അപ്പോൾ SPF 50 or above ഉള്ള സൺസ്ക്രീൻ മേടിക്കുക. ഇനി കുറച്ച് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്, അത്യാവശ്യം സേഫാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ഇസ്ഡിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതിൻ്റെ ബേബി സൺസ്ക്രീൻ നല്ലതാണ്. സെറ്റാഫിലിൻ്റെ ബേബി സൺസ്ക്രീൻ നല്ലതാണ്. അക്വാലോജിക്ക എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബേബി സൺസ്ക്രീനും അതും ബെറ്ററാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള, കുറച്ചും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീനാണ് നോക്കുന്നതെങ്കിൽ ലാഷീൽഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നല്ലതാണ് കേട്ടോ. അത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിന് കമ്പാരിറ്റീവ്ലി പ്രൈസും കുറച്ച് കുറവാണ്. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ മേടിക്കുക. പക്ഷേ ഫിസിക്കൽ സൺസ്ക്രീൻ ആയിരിക്കണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡ് തന്നെ മേടിക്കണമെന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പുറത്ത് പോകുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എവിടെയൊക്കെയാണോ സൺ എക്സ്പോസ്ഡ് ആവാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അവിടെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. അതായത് മുഖത്ത്, കുഞ്ഞിൻ്റെ കഴുത്തിൽ, നെക്കിൽ, പിന്നെ കയ്യിൽ, കൈപ്പത്തിയിൽ, പിന്നെ കുഞ്ഞിൻ്റെ കാലിൻ്റെ പാദത്തിൽ, അത് മാത്രം മതി. ബാക്കി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നമ്മൾ ഡ്രസ്സ് ഇടുന്ന ഏരിയയിലൊന്നും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.